ഇനിയും നമ്മുടെ ഉദ്യോഗാർത്ഥികളെ ജോലിക്ക് വേണ്ടി മറ്റു നാടുകളിലേക്ക് തള്ളിവിടരുത്. ഞാൻ ഈ പറഞ്ഞതിൽ രാഷ്ട്രീയമില്ല. കേരളത്തിന്റെ യുവജനതയുടെ പൊതുവികാരമാണ്. കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളും യുവജനങ്ങളും തെരുവിലിറങ്ങാൻ നിർബന്ധിതരാകും. നമസ്കാരം. ഇന്ന് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ വളരെ ആശങ്കയോടെ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ധനമന്ത്രി കൂടിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ധവളപത്രത്തിലെ ചില പരാമർശങ്ങളും ശുപാർശകളുമാണ്. ഈ ധവളപത്രത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് ധനസ്ഥിതി മെച്ചപ്പെടുത്താനായി പറയുന്ന ശുപാർശകളിൽ ചിലത് ഇങ്ങനെയാണ്. 1. പെൻഷൻ പ്രായം 60 ഉയർത്തുക. 2. 5 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ശമ്പള പരിഷ്കരണം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നവരെ നീട്ടിവെക്കുക, അല്ലെങ്കിൽ കേന്ദ്ര മാതൃകയിൽ 10 വർഷത്തിൽ ഒരിക്കലാക്കുക. 3. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലയിപ്പിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ബെപ്കോയും അതുപോലെ സപ്ലൈകോയും. സപ്ലൈകോ നഷ്ടത്തിലും ബെപ്കോ ലാഭത്തിലുമാണ് ഓടുന്നത്, അല്ലെ? വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ കൃത്യമായി ഇടപെടുന്ന സപ്ലൈകോയ്ക്ക് ഇതിന്റെ ഭാഗമായി വരുന്ന നഷ്ടം നികത്താനായി സർക്കാർ ഗ്രാന്റ് നൽകാറുണ്ട്. ഇനി ബെപ്കോയും സപ്ലൈകോയും ലയിപ്പിച്ചാൽ സർക്കാരിന് ഈ ഗ്രാന്റ് നൽകാതെ തന്നെ ഈ അധിക ബാധ്യത ഒഴിവാക്കാനായിട്ട് പറ്റും. ഞാൻ ഈ പറഞ്ഞ 3 കഴിഞ്ഞ ദിവസം മേശപ്പുറത്ത് വെച്ച ധവളപത്രത്തിലെ ശുപാർശകളിൽ ചിലത് മാത്രമാണ്. ഇനി ഇതിൽ യുവജനങ്ങളെ ബാധിക്കുന്ന, PSCക്ക് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ബാധിക്കുന്ന, ഇനി കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്ന, ആശങ്കയിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശയാണ് പെൻഷൻ പ്രായം ഉയർത്തുക എന്നത്. നിലവിൽ 2013 ഏപ്രിൽ 1 മുതൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച എല്ലാവരുടെയും പെൻഷൻ പ്രായം 60 ആണ്. അതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷൻ സ്കീമും ഇവർക്ക് ബാധകമാണ്. പെൻഷൻ പ്രായം 60 ആക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് നിരന്തരം പറഞ്ഞതിനു ശേഷം 2009 പെൻഷൻ പ്രായം ഏകീകരിച്ചതുപോലെയോ 2013 അത് എടുത്തു മാറ്റിയ ശേഷം പെൻഷൻ പ്രായം 1 വർഷം വർദ്ധിപ്പിച്ച് 56 ആക്കിയതുപോലെയോ ഉള്ള തീരുമാനങ്ങൾ ദയവായി ഈ സർക്കാർ എടുക്കാൻ ശ്രമിക്കരുത്. അടുത്ത ബഡ്ജറ്റ് വരാതെ ഈ ശുപാർശയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് കിട്ടത്തില്ല എന്നറിയാം. എന്നാലും പറയുകയാണ്, സർക്കാരിന് സാമ്പത്തികം മെച്ചപ്പെടുത്താൻ മറ്റനേകം മാർഗങ്ങളുണ്ട്. അതൊരിക്കലും നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ തലയിൽ ചവിട്ടിക്കൊണ്ടാകരുത്. ഞാൻ ഈ പറഞ്ഞതിൽ രാഷ്ട്രീയമില്ല. ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ, റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിൽ വന്നിട്ടും ജോലിയാവാതെ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ, കേരളത്തിന്റെ യുവജനതയുടെ പൊതുവികാരമാണ്. ഇപ്പൊ തന്നെ കേരളത്തിന്റെ പല വീടുകളും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. ഇനിയും നമ്മുടെ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ യുവജനങ്ങളെ ജോലിക്ക് വേണ്ടി മറ്റു നാടുകളിലേക്ക് തള്ളിവിടരുത്. ഇനി അഥവാ ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കാതെ ഈ സർക്കാർ പെൻഷൻ പ്രായം ഉയർത്താൻ തീരുമാനിച്ചാൽ കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളും യുവജനങ്ങളും ഈ സർക്കാരിനെതിരെ തെരുവിലിറങ്ങാൻ നിർബന്ധിതരാകും. അവരോടൊപ്പം ഞാനും ഉണ്ടാവും. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള അധ്യാപകർ മുഴുവനും ഉണ്ടാവും. റിട്ടേണിന്റെ ടീം മുഴുവനും ഉണ്ടാവും. നമുക്കൊരിക്കലും പെൻഷൻ പ്രായം കൂട്ടി എന്ന മോശം വാർത്ത കേൾക്കാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.